പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിലെ ക്ലോസറ്റിൻ്റെ ലീക്കിംഗ് എങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ലെഫ്റ്റ് ടാങ്കിൻ്റെ ഈ ഭാഗം ക്ലോസ് ചെയ്താൽ ഈ അടിഭാഗത്തുകൂടി വെള്ളം ഇതേപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നിർത്താനതിന് വേണ്ടി മുകളിൽ വാഷുണ്ട്. മുകളിലല്ല, ഇതിൻ്റെ അടിഭാഗത്തായിട്ട്, ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു വാഷുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഭാഗത്തെ ലീക്ക് മാറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഭാഗത്തുള്ള വാഷ് എങ്ങനെ മാറ്റാം. ഇതിൻ്റെ ബോട്ടം സൈഡിലൊരു വാഷുണ്ട്, അതെങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ വാഷ് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ ഒരു വാഷുണ്ട്, ഇത് മാറ്റുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇതെങ്ങനെ ഊരാമെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചതായിരുന്നു. ഈ വാൽവ് മാറ്റുന്നത് എങ്ങനെയാണെന്ന്. ഈ ഫ്ലോട്ടിംഗ് വാൽവ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കിയാൽ മതി. ക്ലോക്ക് വൈസ് കറക്കരുത്, ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുമ്പോൾ ഇത് ഊരി വരും. ഇവിടെ ഒരു ചെറിയ വാഷോ, ഈ ഭാഗത്തൊരു വാഷുണ്ട്, അത് മാറ്റുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള വാഷ് മാറ്റുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്, നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ വാഷ്, അടിയിലുള്ള വാഷ് മാറ്റണമെങ്കിൽ ഇതിൽ നിൽക്കുന്ന വെള്ളം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. ആദ്യം വാൽവ് ക്ലോസ് ചെയ്യണം. വാൽവ് ക്ലോസ് ചെയ്തിട്ട് വെള്ളം കംപ്ലീറ്റ് കളയണം. നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചത് മാതിരി ഈ ഫ്ലോട്ടിംഗ് വാള് നമ്മൾ എടുത്ത് മാറ്റണം, എന്നാലേ അടിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഊരി മാറ്റാം. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഭാഗം ലീക്ക് ചെയ്യുന്ന എങ്ങനെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങൾ കളയരുത് ഊരുമ്പോൾ. ഒരു വെല്ലുവിൻ്റെ അടിയിൽ അമർത്തി പിടിച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഊരി തറ വീണു പോകില്ല. ഇത് നമ്മൾ ആദ്യം സംശയം ഉണ്ടെങ്കിൽ ആദ്യമേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്കറിയാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പം സ്ക്രൂ അല്ല, ഒരു ചെറിയൊരു വെട്ടിൽ വീണ് കിടക്കുകയാണ്. അപ്പം ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുമ്പോഴത്തേക്ക് അത് ഞൂരി വരും. ഇതാണ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുള്ളത്. ഇതാണ് ഇതിൻ്റെ വാഷ്. ഈ വാഷ് മാറ്റിയിടണം. ഈ വാഷ് ചീത്തയാകുമ്പോഴത്തേക്ക് ഇതേപോലെ സ്പെയർ വാഷ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് വെളിയിൽ നിങ്ങൾ റിപ്പയർ ചെയ്യാൻ ആളിനെ വിളിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൂലി കൊടുക്കേണ്ടി വരും. ഇത് നിങ്ങൾക്ക് 10 രൂപയോ 10 20 രൂപ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അവിടെ ഈ വാഷ്, ഇത് പഴയ വാഷാണ്. ഈ വാഷ് ഇങ്ങനെ ഊരിയെടുക്കുക, കണ്ടോ? ഇതേപോലെ ഊരിയെടുക്കാം. ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതേപോലെ തന്നെ അങ്ങിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ വേണ്ട, ഇതേമാതിരി ഇടാം. എന്നിട്ട് ഇത് പഴയ പൊസിഷനിൽ തിരിച്ച് ആദ്യം എങ്ങനെയാണ് ഇരുന്നത് അതേപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അത് നേരത്തെ ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കിയപ്പോൾ ഊരി, ഇനി ഇത് ക്ലോക്ക് വൈസ് കറക്കി ടൈറ്റ് ചെയ്യണം. ഇവിടെ ഒരു വെട്ടുണ്ട്, ആ വെട്ട് നമുക്ക് കാണാം. അല്ല വലിച്ചെടുക്കരുത്, വലിച്ചെടുത്താൽ പൊട്ടിപ്പോവും. സ്ക്രൂ ത്രെഡൊന്നും ഉള്ളതല്ല. ഈ വെട്ട് ശ്രദ്ധിച്ചാൽ കാണാം, ഒരു വെട്ട്, ഈ ഒരു വെട്ട് കാണാം.
ശ്രദ്ധിച്ച് നോക്കുക. അവിട്ട് വീണ് കഴിഞ്ഞു. ഇനി പഴയതുപോലെ ആദ്യം ഇരുന്നോ എല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ ഈ ഒരു പിന്നുണ്ട്. ഈ പിന്ന് ഊരി കളയാതെ ശ്രദ്ധിച്ചോണം നമ്മൾ ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ഇങ്ങനെ ബോൾ പഴയതുപോലെ ഇനി നേരത്തെ ഇരുന്ന രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തോണം. കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഇവിടെ ഒരു വാഷറുണ്ട് ഈ ഭാഗത്ത്. ആ വാഷർ ലീക്ക് ചെയ്യുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഇവിടെ ഒരു വാഷർ ലീക്ക് ചെയ്യുന്ന കാര്യം. ഇനി വാൽവ് ഓപ്പൺ ചെയ്യാം. ക്ലിയറായി നമ്മൾ വാഷർ മാറ്റിയിരുന്നു. ആ വാഷർ മാറ്റിയില്ലെങ്കിൽ ഈ ക്ലോസറ്റ് നമ്മൾ ഫ്ലഷ് അടിച്ച് കഴിഞ്ഞാലും ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആ പുതിയ വാഷർ 10-20 രൂപ കൊടുത്താൽ കിട്ടും. ആ വാഷർ ഈ ഭാഗത്തുള്ള വാഷർ മാറ്റിയിട്ടാൽ അങ്ങനെ ലീക്ക് ചെയ്യും.